നിൽക്കുന്നത് കുമാരനാശാൻ സ്മാരകത്തിലാണ്. ഒരുപാട് ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഇവിടെ വരുന്നത്. ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്, ഒരുപാട് നാളായി. ബ്യൂട്ടിഫുൾ സ്ഥലം, നല്ല കാറ്റും നല്ല തണലും ഒക്കെ ഉണ്ട്. നല്ല വെറൈറ്റി പൂക്കളും ചെടികളും ഒക്കെ നിറഞ്ഞ് നല്ലൊരു വെറൈറ്റി സ്ഥലം. കുട്ടികളുമൊക്കെ ഒത്ത് വന്നാൽ നമുക്ക് ഇച്ചിരി നേരം കാറ്റൊക്കെ കൊണ്ടിരുന്ന് സമാധാനത്തോടെ വീട്ടിലോട്ട് പോകാം. ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇതാണ് നമ്മുടെ കുമാരനാശാൻ. സൂപ്പർ അല്ലേ കാണാൻ? ഞാൻ ഇത് മുമ്പ് വന്നപ്പോൾ ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് മാറി ഇവിടെയൊക്കെ വന്നിരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളണം. തേങ്ങാക്കുലകൾ വീഴാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് തെങ്ങുണ്ട്, തേങ്ങയൊക്കെ നിറഞ്ഞങ്ങ് നിൽക്കുവാണ്. ഇതൊക്കെ പഴയ കെട്ടിടമാണ്, ഒരു വെറൈറ്റി ആയിട്ടുള്ളത്. 4 കെട്ട് പോലെയുണ്ട്. ഒന്ന് കയറി ചെരുപ്പിട്ടില്ല. ഇതിനകത്ത് കയറിയപ്പോൾ തണുപ്പുണ്ട്. പെയിന്റിങ് മേൽഭാഗമൊക്കെ നോക്കിയേ, എന്തോ കൂടാരം പോലെ. നമുക്ക് ഇങ്ങോട്ട് കയറി നോക്കാം. ഇത് കുമാരനാശാന്റെ വീടാണെന്ന്. പാദരക്ഷകൾ ഇവിടെ സൂക്ഷിക്കുക. തുളസിത്തറയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. തുളസിയൊന്നും കാണാനില്ല. ഇതാ മഹാകവി ഉപയോഗിച്ച കിണറാണ്. അതാ എഴുതി വെച്ചിട്ടുണ്ട്, മഹാകവി ഉപയോഗിച്ച കിണർ. വെള്ളം ഉണ്ടാന്ന് നോക്കട്ടെ. വെള്ളമുണ്ട്, മഹാകവി കുടിച്ച വെള്ളം. മുമ്പ് ഞാൻ വന്നെന്ന് പറഞ്ഞില്ലേ, അന്ന് ഈ ഗ്രില്ലൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഇതിൻ്റെ അകത്തൊക്കെ കയറിയിട്ടുണ്ട്. ഇപ്പം പൂട്ടി കിട്ടിയേക്കുവാണ്, കയറത്തില്ല. കുമാരനാശാൻ്റെ ഫോട്ടോയൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിള്ളേരെയൊക്കെ കൊണ്ടുവന്നാൽ ഇതിനകത്താക്കി കഴിഞ്ഞാൽ നമ്മൾ പേടിക്കണ്ട. പിള്ളേർ ഈ കോമ്പൗണ്ടിൽ കിടന്നങ്ങ് ചുറ്റും ഓടി കളിച്ചോളൂ. ഒക്കെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ള ചെടിയാണ്. അപ്പോൾ പറയുന്ന പുഴുച്ചെടി നോക്കിയേ, പുഴുച്ചെടി എന്നാ പറയുന്നത്. നല്ല സോഫ്റ്റാണ്. ചെമ്പരത്തി വെറൈറ്റി ആയിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞു, ഇവിടെ എത്രയേ ഉള്ളൂ. അപ്പം വെറൈറ്റിയാണ്. ആ പാലപ്പൂ മണം ഉണ്ടാകുന്ന നോക്കാം. ഒന്ന് വീണത് ചെറിയൊരു മണമുണ്ട്. ഇരിക്കാനൊക്കെ നല്ല തണലാണ് കേട്ടോ. ഇവിടെയൊക്കെ ഒന്ന് ഇരിക്കാം. ഇതാ നല്ല ചെടികൾ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ആന്തൂറിയത്തിൻ്റെ ഒരു മോഡലാണ്, ആന്തൂറിയ മോഡൽ. പക്ഷെ ഇവിടെയൊക്കെ ഇരിക്കുമ്പോൾ നല്ല ഒരു വേറൊരു ഫീലിങ്ങാണ്. നല്ല തണലും പഴയ ഒരു കാലഘട്ടത്തിലോട്ട് പോയ ഒരു ഇത് കണ്ട കല്ലുകളും
ഇതുപോലെ ഇട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇരിക്കാൻ പറ്റും കേട്ടോ, ഇരിക്കാനായിട്ട് സെറ്റ് ചെയ്തതായിരിക്കാം. കുടിവെള്ളമുണ്ട്. എനിക്ക് വന്ന് കയറിയപ്പോഴേ നല്ല ചൂട്. കുറച്ച് വെള്ളം കുടിക്കുക. ചേമ്പ് പോലെ ഉണ്ട്, ചൊറിയുണ്ടോ ഗൈസ്, തൊടണ്ട. ഇല നല്ല ഇലാണ്, നല്ല ലുക്കുണ്ട്. പിന്നെ അതോ 4 കെട്ട് മേലിലോട്ട് കയറണമെന്നുണ്ട് കേട്ടോ, 4 കെട്ട് കാണാൻ. പക്ഷെ ചിലപ്പോൾ അവർ ഇറക്കി വിടും. എൻ്റെ നേരെ ഇതിനകത്ത് പെയിൻറ്റിങ് ആണ് കേട്ടോ, കുമാരനാശാൻ്റെ ആ ടൈമിലുള്ള. നോക്കി ആയിവ പെയിൻറ്റിങ്. ഇത് 1.5 പെയിൻറ്റിങ് ആയിപ്പോയി. വെറൈറ്റി ചെടികളാണ്. അതാ നോക്കിയേ, നല്ല കട്ടിയുണ്ട്. സൂപ്പർ, നല്ല ഇതള് കളറൊക്കെ വെറൈറ്റി. ഒരു പൂവിൽ നിന്ന് തന്നെ കുറേ പൊട്ടി വന്നിരിക്കുന്നു. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? വേറൊരു പൂവ്. ഇതാണ് വെറൈറ്റി വെറൈറ്റി ചെടികളുണ്ട് കേട്ടോ, ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട്. വേണ്ട, എൻ്റെ സൈഡിലായിട്ട് നോക്കിയേ, പച്ച 3 കളറ്. പിന്നെ വേറൊരു സംഭവം കാണിച്ചില്ല. ഇതാണ് ഓലപ്പുഴ. ഇത് കേട്ടാ, ഇവിടെ ഒരു കിണ്ടി ചെരിഞ്ഞ് കിടക്കുന്നു ഗൈസ്. വെള്ളം അത്രയും പോയി, വെള്ളം ഒലിച്ച് കിടക്കുകയാണ്. നോക്കി, ഇത് വേറൊരു പ്രതിമ. പക്ഷെ ഇപ്പൊ നമ്മുടെ റോബോട്ടിനെ പോലെ ഉണ്ട്. നോക്കി, നമ്മട്ടി കരിവയറും 2 താമരമുട്ടും. കുളത്തിലെ പണി കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് വെച്ചതായിരുന്നു. 2 താമരമുട്ട മുട്ടി, അതും കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതാ ഒരു മത്സ്യകന്യക, ഏതായാലും കന്യക ആയിരിക്കുക. ഇതേ മുമ്പ് കാണുമ്പോഴേ ഇങ്ങനെ പറിക്കുമായിരുന്നു. പറിക്കാമോ ഉണ്ട് കേട്ടോ, അല്ല സൗണ്ട് ഉണ്ട്. നൊസ്റ്റാൾജിയ. പറിച്ചൊന്നും വേണ്ട, ഇതിനകത്ത് തന്നെ അങ്ങ് വയ്ക്കാം, അവിടെ ഇരിക്കും. മറിഞ്ഞു വീണ് തലമുടിയൊക്കെ പിരിന്ന് അങ്ങ് കിടക്കുകയാണ്. ഉറങ്ങിപ്പോയെന്നാണ് തോന്നുന്നത് കന്യക. ഇത് തൊടുമ്പോഴേ നല്ല കട്ടിയുണ്ട്, കട്ടിയുള്ള എന്തോ പൂവാണ്. പിന്നെ ഇതാ ഇവിടെ എന്തോ കുളം പോലെ ഇതാ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ അറിയാം. ഒരു കിണർ, ഇതൊരു യമണ്ടൻ കിണറാണ് ഗൈസ്. നോക്കിയേ, അതിന് മത്സ്യകന്യക നല്ലതുപോലെ കാണും. കന്യകയുടെ മുടിയിലൊന്ന് ഇരുന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കട്ടിയുള്ള മുടി. ഇവിടെ ഇരിക്കുമ്പോൾ നല്ല ചൂട്. ഇവിടെ അങ്ങനെ മരങ്ങളും ചെടികളൊന്നും ഇല്ല. ഒരു വെയിലൊക്കെ താന്നതിന് ശേഷം ഉണ്ടല്ലോ, ഒരു 4 മണി കഴിഞ്ഞ് ആ ഒരു ടൈമിലൊക്കെ വന്നാൽ നല്ല കാറ്റും, നല്ല വെയിലൊന്നും അങ്ങനെ കാണത്തില്ല. അപ്പോഴൊക്കെ ഇരിക്കാനൊക്കെ നല്ല സുഖമായിരിക്കും. ഉച്ച സമയത്തൊക്കെ വന്നാൽ ചൂടാണെങ്കിൽ പാടായിരിക്കും. ഇതിപ്പോൾ മഴ സീസണാണ്. ഇന്ന് എന്തോ ഒത്തിരി വെയിലുണ്ട്, വെട്ടമുണ്ട്, മഴയില്ല. അതുകൊണ്ട് ഒരു ഇതുണ്ട്. ഇതാ ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ആ പുഷ്പമേ അധിക തുങ്കപദത്തിൽ എത്ര ശോഭിച്ചിരുന്നൊരു രാജ്ഞി കണക്കയോ
ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളതാണ് ഗൈസ്, പിന്നെ മറന്നുപോയി. ഇതൊക്കെ കുമാരനാശാൻ്റെ വരികളാണ്. ദാഹിക്കുന്നു. ചൂല നടന്നപ്പം തന്നെ തളർന്നു പോയി. തണുപ്പുണ്ട്. എന്തായാലും കുടിക്കാം. കാണാൻ ഇവിടെ അത്രയേ ഉള്ളൂ. ഇനി എന്തായാലും പോവാം. മതി. ഇത് തിരുവനന്തപുരത്തെ ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ആറ്റിങ്ങലാണ് കുമാരനാശാൻ സ്മാരകം. മതി, ഇനി മതി, ഇനി പോവാം. കഴിഞ്ഞു. നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെ ഒരണ്ണന് കൈയും പൊക്കി വെച്ച് ചങ്ങല ഇട്ടതാണ്. അത് ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിൽ കാൽപാദമൊക്കെ ഉണ്ട്. കുമാരനാശാൻ്റെ കാൽപാദം ഇരിക്കുക. അതാ ഈ അണ്ണൻ്റെ മീനുണ്ട് അറിയാം. ഇത് മടക്കി വെച്ചിരിക്കുന്ന ഇവിടെ വേറൊരു ചെടിയുണ്ട്. പെട്ടെന്ന് ഞാൻ ദൂരെ നിന്ന് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ച് റംബുട്ടാനാണെന്ന് പറിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് റംബുട്ടാൻ്റെ മോഡലിലുള്ള ഇതാ ഒരു ചെടി. നോക്കിയേ, റംബുട്ടാൻ പോലെ തോന്നും. നല്ല ചുമ നിൽക്കുന്നു. നോക്കിയേ, അതിൻ്റെ സീഡാണെന്ന് തോന്നുന്നു. ഇനി മതി ഗൈസ്. ഗൈസ്, എന്നെ ഉറുമ്പ് കടിച്ചു ഗൈസ്. പച്ചുറുമ്പ് കടിച്ചു ഗൈസ്. ഇനി പോവാം. ഇവിടുത്തെ എൻട്രി ഫീസ് 10 അല്ല 20 രൂപ.